ഞാനും പറന്നിടുമേ ഞാനും പറന്നിടുമേ ഞാനും പറന്നിടുമേ ഞാനും ശുദ്ധരോടൊത്തു ഗാനങ്ങൾ പാടി കർത്തനെ പുകഴ്ത്തിടുമേ കർത്തനെ പുകഴ്ത്തിടുമേ കർത്തനെ പുകഴ്ത്തിടുമേ കർത്തനെ പുകഴ്ത്തിടും. സ്തോത്രം. നമുക്ക് രാത്രിയിലാണ് എന്റെ പ്രിയൻ വരുന്നതെങ്കിൽ അവനെ എതിരേൽക്കാൻ ഞാനും ഉണ്ടെന്ന് ഇവിടെ ഉള്ള കെട്ടുവിട്ടെല്ലാം ഞാൻ വിട്ടു. ഞാൻ തിരുളിലേക്ക് പോകത്തില്ല. നമുക്ക് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെട്ട് ഒരുമിച്ചിരിക്കാം. സ്തോത്രം. വിശുദ്ധിയെ തികച്ചുന്ന ഒരു വിശുദ്ധിയെ തികച്ചുന്ന ഒരു കേട്ടത് ഏത് ജലത്തിന്റെ ഉപകാരപ്രദമാക്കണമേ. കുറച്ചുകൂടെ ധ്യാനിപ്പാൻ, ചിന്തിപ്പാൻ, തീരുമാനിപ്പാൻ, ഉറച്ചു നിൽപ്പാൻ, ഒരു തരത്തിലും പതറിപ്പോകാതെ ഇടറിപ്പോകാതെ ധൈര്യമായി പ്രിയന്റെ വരവരെ നോക്കി പാർത്തുകൊണ്ട് ജയജീവൻ നയിപ്പാൻ കുഞ്ഞുങ്ങൾക്കെല്ലാം കൃപയും കരുത്തും ശക്തിയും മശിഹായുടെ നാമത്തിലുള്ള യാചന ദയവായി കേൾക്കണമേ. ആമേൻ. Hallelujah.
സമയത്തില്ല. പിന്നെ ഞങ്ങൾക്കൊന്നറിയാം, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കർത്താവ് നിത്യമായ ഒരു വാസസ്ഥലം ഒരുക്കിയിട്ടുണ്ട്. എത്രയുണ്ട് എന്നുള്ളതിനേക്കാൾ എത്ര നാൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രിയനോട് ചേർന്ന് വാഴും. നിത്യമായ ഒരു വാസസ്ഥലം, ആദിയും അന്തവും ഉള്ളതായിട്ടുള്ള ഒരു ലോകത്തിൽ നിന്ന് ആദിയും അന്തവും ഇല്ലാത്തൊരു ലോകത്തിലേക്ക് തന്നെ മക്കൾ ചേർന്ന് വാഴുകയാണ്. കുഞ്ഞാടിനോട് കൂടെ ചേർന്ന് ലഭിക്കുന്നതായിട്ടുള്ള ഒരു നാൾ ഉണ്ടാകുകയാണ്. പുത്തൻ ആകാശവും പുതിയ ഭൂമിയും തന്റെ മക്കൾക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഒരുക്കി സകലവിധമായിട്ടുള്ള അന്ധകാര ശക്തികളെയും ഇല്ലാതെയാക്കി തന്റെ മക്കളോടുകൂടെ ചേർന്ന് വാഴുന്നതായിട്ടുള്ള ഒരു കാലഘട്ടം. അതിനുവേണ്ടി നോക്കി പാർക്കുവാൻ പരിശുദ്ധാത്മാവേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങൾ നിന്റെ സൃഷ്ടിയാണ്, നിന്റെ സാന്നിധ്യം ഞങ്ങളിൽ വേണം. പാപത്തിന്റെ അന്ധകാര ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം. ദൈവത്താൽ മുദ്രയിടപ്പെട്ടവരായി, ദൈവത്തിന്റെ സ്ത്രീപായാൽ മുദ്രയിടപ്പെട്ടവരായി തീരുവാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഞങ്ങൾ കാണും ആ സ്വർഗീയ തീരത്തു നിന്നുള്ള ഉറപ്പോടുകൂടെ ഈ ദേവാലയത്തിൽ നിന്ന് യാത്ര തിരിച്ച് ഭവനത്തിൽ ചെന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് അനുഗ്രഹീതമായ ചുവടുകളുടെ വ്യക്തിത്വങ്ങളായി രൂപപ്പെടുവാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കുകയും ഇടയാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട തമ്പാശാനായ സ്തോത്രം. തുടർന്നും ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. ശാരീരികമായ ബുദ്ധിമുട്ടുകളുടെ പ്രയാസങ്ങളുടെ മധ്യത്തിലൊക്കെ ആത്മാവെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തുടർന്നും അനേകരോട് പറയണം, കർത്താവിന്റെ വരവ് അടുത്തിരിക്കുകയാണ്. അതിന്റെ ലക്ഷണങ്ങൾ അനേകർ അറിയണം. അറിഞ്ഞു കഴിയുമ്പോൾ അതിനുവേണ്ടി ഒരുങ്ങണം. കർത്താവെ നീ ബലപ്പെടുത്തണം. നാളെ നാട്ടിലേക്ക് മടങ്ങി യാത്ര ചെയ്യുമ്പോൾ യാത്രയിലൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാർക്കായിട്ട് നന്ദി, കൂട്ടിവരുത്തിയ കൃപകൾക്കായി നന്ദി. ഞങ്ങളുടെ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കൂട്ടിവരുത്തിയ കൃപകൾക്കായിട്ട് നന്ദി. ഞങ്ങളുടെ ഗാനങ്ങൾ ആലപിക്കുവാൻ ഞങ്ങളുടെ ഗോസ്പൽ ടീമിനെ ദൈവം തമ്പുരാൻ ശക്തീകരിച്ചു. അതിനോട് ദൈവസാന്നിധ്യം അനുഭവിച്ചറിയും. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ കൃപയിൽ ഞങ്ങളെ എല്ലാവരെയും കാത്തു പരിപാലിച്ചു കൊള്ളണം. നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തീരത്തിന് വേണ്ടിയല്ല, നിലനിൽക്കുന്ന ഒരു തീരത്തിന് വേണ്ടി ജീവിതത്തിന്റെ തുടർന്നുള്ള ചുവടുകളെ ക്രമീകരിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണം. പേർ വിളിക്കുമ്പോൾ പേർ കാണുമെന്നുള്ള ഉത്തമമായ ബോധ്യത്തോടുകൂടി ജീവിതത്തെ തുടർന്നുള്ള നാളുകളിൽ നയിച്ചുകൊണ്ട് ദൈവകൃപ പ്രാപിച്ചവരായി ദൈവത്തിന്റെ മക്കളായി രൂപപ്പെടുവാൻ കർത്താവ് ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണം. ഈ കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചാണ്ട് മാനവും മഹത്വവും കർത്താവ് അങ്ങ് തന്നെ എടുത്താണ്ട് സകലവും യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ കടങ്ങളുടെ ദോഷങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടരക്ഷണമേ. ഇതുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും ആകാശവും ഭൂമി സൃഷ്ടികർത്താവനാൽ പ്രിയരെ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീകമായ ദിനങ്ങളിൽ നടത്തപ്പെട്ടതായ ശുശ്രൂഷയിൽ കടന്നു വന്ന സമയത്ത് നിങ്ങളെ എല്ലാവരെയും വലിയവനായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവ് പുത്രന്റെ പരിശുദ്ധമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനം കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ.